ഹായ് പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഇന്ന് 5-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമുക്ക് മണി ചലഞ്ച് തന്നെയാണ്. നമ്മൾ മണിയെക്കുറിച്ച് തന്നെയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മണി റിസീവിങ് ബ്ലോക്കും മണി ഗീവിങ് ബ്ലോക്കും നിങ്ങൾക്കുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള ആൻസേഴ്സ് എഴുതണം. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കറക്റ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളത് ഒന്ന് എഴുതാവോ? ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ അയ്യോ ബാങ്ക് ബാലൻസ് വളരെ കുറവാണല്ലോ എന്നാണോ തോന്നുക? അതല്ലെങ്കിൽ ഇത്രയും ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും എൻ്റെ കൈവശം ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണോ തോന്നുക? അതേ പേടിയാണോ? അയ്യോ ഇത്രയും രൂപയേ ഉള്ളൂ, ഇനി ഈ മാസം മുഴുവൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള പേടിയാണോ തോന്നുക? സ്ട്രെസ്സാണോ? ആങ്സൈറ്റി ആണോ? എന്ത് ഫീലിങ്സ് ആണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഈ നിമിഷത്തിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തോന്നുന്ന വികാരം എന്താണ് എന്ന് കറക്റ്റായിട്ട് എഴുതുക. ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്തിട്ട് എഴുതുക. ഇനി രണ്ടാമത്, ബിൽസ് കാണുമ്പോൾ, അതായത് കറണ്ട് ബില്ലടയ്ക്കുക, വെള്ളത്തിൻ്റെ ബില്ലടയ്ക്കുക, അങ്ങനെ എന്ത് ബിൽസ് കണ്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്ന വികാരം എന്താണ്? നിങ്ങൾക്ക് അയ്യോ ഇത്ര രൂപ ആയോ? ഇലക്ട്രിസിറ്റി ബില്ല് എക്സാമ്പിൾ, നമുക്ക് സ്ഥിരം വരുന്നത് ഇലക്ട്രിസിറ്റി ബില്ലാണല്ലോ. അപ്പോൾ ബില്ല് കാണുമ്പോൾ അയ്യോ ഈ പൈസ എങ്ങനെ അടയ്ക്കും, ഇത് ഇത്ര രൂപയായല്ലോ എന്നുള്ള ഇതാണോ തോന്നുക? അതേ ആഹാ ഇത്ര ആയുള്ളൂ, ബില്ലാണല്ലോ, നോർമലി നമ്മൾ അടയ്ക്കേണ്ടതാണല്ലോ, അങ്ങനെ തോന്നുമോ? അപ്പം നിങ്ങൾക്ക് തോന്നുന്ന ബിൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന വികാരം എന്താണ്? EMI, കടം അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സ്ട്രെസ്സാണോ, ഫിയറാണോ, എന്ത് വികാരമാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ, മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ അസൂയ തോന്നുന്നുണ്ടോ? അത് നമ്മളുടെ മണി ബ്ലോക്കിനൊരു വലിയൊരു കാര്യമാണ്, മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മൾ അസൂയപ്പെടുക എന്നുള്ളത്. പക്ഷെ അത് നമുക്ക് ഒക്കെ വരുന്നൊരു കാര്യമാണ്, പക്ഷെ അത് നമുക്ക് മാറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ അസൂയ എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ടാണ്. അസൂയ മാറ്റിയെടുക്കാനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ അസൂയ മാറ്റിയെടുക്കുക തന്നെ വേണം. എന്നാലും നിങ്ങൾക്ക് മറ്റൊരാളുടെ സക്സസ് കണ്ടാൽ, നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ളവർ, നമ്മുടെ ഫ്രണ്ട്സ്, ബന്ധുക്കൾ, അവരുടെയൊക്കെ വിജയങ്ങൾ, എല്ലാ പേരും ഈ ഇൻസ്റ്റയിൽ ഇടുന്നത്, ഫേസ്ബുക്കിൽ ഇടുന്നതൊക്കെ അവരുടെ വിജയങ്ങൾ മാത്രമാണ്. അവർക്കും പരാജയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വിജയങ്ങൾ മാത്രമാണുള്ളത്. കാര്യം നമ്മൾ അവരുടെ വിജയങ്ങൾ മാത്രമാണ് കാണുന്നത്. ആരും ആരുടെയും പരാജയങ്ങൾ ഷെയർ ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണാത്തത്. അപ്പോൾ എല്ലാവരും അവരവരുടെ വിജയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അയ്യോ അവർക്കെല്ലാം എന്നും വിജയങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് ഓർത്ത് നിങ്ങൾക്ക് അസൂയ തോന്നാറുണ്ടോ എന്ന് സത്യസന്ധമായിട്ട് എഴുതിയിടുക. നമ്മളെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ അതിലൊരു കള്ളത്തരം വരാൻ പാടില്ല. കാര്യം നമ്മൾ വെളിയിൽ ആർക്കും റിപ്പോർട്ട് കൊടുക്കുന്നില്ലല്ലോ, നമ്മളെ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അസൂയ തോന്നാറുണ്ടോ? യെസ് ഓർ നോ കറക്റ്റായിട്ട് എഴുതുക. ഇനി വീട്ടിലെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പൈസയെക്കുറിച്ച് ടോപ്പിക്ക് വന്നാൽ നിങ്ങൾക്ക് തോന്നുന്ന വികാരം എന്താണ്? ആങ്സൈറ്റി ഉണ്ടാവുമോ? അതേ ഫിയർ ഉണ്ടാകുമോ? അത് സംസാരിക്കുന്നത് ഇഷ്ടമല്ലേ? പൈസയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കണ്ട എന്ന് തോന്നാറുണ്ടോ? എന്താണ് വീട്ടിൽ ഫാമിലി മെമ്പേഴ്സ് ഇരുന്ന് സംസാരിക്കുമ്പോൾ പൈസയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് എന്താണ് എന്ന് സത്യസന്ധമായിട്ട് എഴുതുക. ഇനി അടുത്ത ചോദ്യം, പൈസ കൊടുത്ത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങുകയോ എന്തെങ്കിലും വീട്ടിന് വേണ്ടി വാങ്ങുകയോ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ കുറ്റബോധം തോന്നാറുണ്ടോ? അയ്യോ ഇത്രയും രൂപ ചിലവാക്കി. ഇതെല്ലാം മണി ബ്ലോക്കിന് കാരണമാകുന്ന ഫാക്ടേഴ്സാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അതൊക്കെ തിരിച്ചറിയണം എന്ന് പറയുന്നത്. ഇത്രയും രൂപ ചിലവാക്കിയത് എന്തിനാണ്, ഇനി ഈ മാസം അവസാനം വരെ ഇത് ചിലവാകണ്ടേ? അപ്പോൾ നമ്മൾ ബിൽസ് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ അയ്യോ ഒരു കുറ്റബോധം തോന്നാറുണ്ടോ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട്? ഇത്ര രൂപ എന്തിനാ സ്പെൻഡ് ചെയ്തത്? നമ്മൾ ചിലപ്പോൾ ഒരു 1/2 കിലോ പഞ്ചസാര വാങ്ങാനായിരിക്കും കടയിൽ കയറുന്നത്. അവിടെ കയറി കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും. എന്നിട്ട് ബിൽസ് അടയ്ക്കാൻ വരുമ്പോഴത്തേക്കും അയ്യോ ഞാൻ എന്തിന് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചത്, അയ്യോ ഇത്ര രൂപയായോ, അങ്ങനെ നിങ്ങൾക്ക് കുറ്റബോധം
കുറ്റബോധം തോന്നാറുണ്ടോ? ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ എനിക്ക് ഇത് വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, ഈ മാസം ഞാൻ എന്തിനീ സാരി വാങ്ങിയത്, അങ്ങനെ വാങ്ങിയ സാധനങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്താറുണ്ടോ? ഇനി ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾക്ക് എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ അൺകംഫർട്ടബിൾ ആവാറുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഷെയിം പോലെ ഫീൽ ചെയ്യാറുണ്ടോ? എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് ചോദിക്കുക, അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്, എന്നാൽ പോലും അതിലൊരു ഷെയിം ഫീലിങ്സ് നിങ്ങൾക്ക് വരാറുണ്ടോ എന്ന് സത്യസന്ധമായിട്ട് എഴുതണേ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മണി ബ്ലോക്കിന് കാരണമാകും. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ട് ഇതെല്ലാം യെസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ മണി ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വയം അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് നമുക്ക് എവിടെയാണ് ബ്ലോക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് തിരുത്തലുകൾ വരാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചാലേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ അസുഖങ്ങൾക്കും കൂടി വേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ലല്ലോ. എന്താണ്, ഏത് പോയിന്റിലാണ് നമ്മൾ വീക്കാകുന്നത്, എവിടെയാണ് നമുക്ക് ബ്ലോക്ക് വരുന്നത്, എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ മണി ബ്ലോക്ക് വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിനു വേണ്ടി മാത്രമായിട്ടുള്ള അഫർമേഷൻസ് പറയുക, അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മണി ബ്ലോക്ക് അല്ലെ എന്ത് ബ്ലോക്കായാലും മാറാനുള്ള എളുപ്പവഴി. അതുകൊണ്ടാണ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിച്ച് നമ്മൾ കൺഫേം ചെയ്യിച്ച് ആ ബ്ലോക്കുകൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മണി ബ്ലോക്കിന് സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇതിലൊക്കെ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു വർക്കും കൂടി തരാം. നിങ്ങളുടെ പൈസ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് തന്ന പൈസ ഉപയോഗിച്ച്, അല്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങളുടെ കൈവശം വന്ന പൈസ ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങിയ 20 സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുക. അതായത് നമുക്ക് എപ്പോഴും മനുഷ്യൻ്റെ ഒരു സഹജമായ കാര്യമാണ് ഉള്ളതിനൊന്നും നന്ദി പറയാതിരിക്കുക. ഉള്ളതൊന്നും കൗണ്ട് ചെയ്യാറില്ല. നമുക്ക് എന്തില്ല എന്ന് ചോദിച്ചാൽ, അപ്പുറത്തെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്, എനിക്ക് വാഷിംഗ് മെഷീൻ ഇല്ല, അവർക്കതുണ്ട്, എനിക്കിതില്ല, അങ്ങനെ പറയാൻ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൗണ്ട് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്, അല്ലേ? നിങ്ങൾക്ക് പാരൻസ് എന്തൊക്കെ ചെയ്ത് തന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ പറയാൻ 100 ആൻസർ ഉണ്ട്. പക്ഷെ അവരെന്തൊക്കെ നമുക്ക് ചെയ്ത് തന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ആലോചിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ഉള്ളതിന് നന്ദി പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ കിട്ടുക. ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്താൽ നമ്മുടെ കൈവശം ഉള്ളതും കൂടെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പൈസ ഉപയോഗിച്ച് വാങ്ങിച്ച 20 സാധനങ്ങൾ, അതെന്തോ ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഫോൺ മുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിമ്മിന് റീചാർജ് ചെയ്തത് വരെ നിങ്ങൾ ചിലവാക്കിയ പൈസയാണ്. അപ്പം നിങ്ങളുടെ ചിലവാക്കിയ പൈസ കൊണ്ട് നിങ്ങൾ വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്, ഇതുവരെയുള്ളത്, ലൈഫിൽ ഇന്ന് വരെയുള്ളത്, കുഞ്ഞിലെ തൊട്ട് ഇതുവരെയുള്ളത്, നിങ്ങളുടെ സ്വന്തം പൈസ ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങിച്ച സാധനങ്ങളുടെ ലിസ്റ്റാണ് എഴുതുക. മറ്റൊരാൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതല്ല, നിങ്ങൾ സ്വയം വാങ്ങിച്ച സാധനങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് കൃത്യമായിട്ട് മണി ബ്ലോക്ക് ഉണ്ടായതെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മളുടെ ബ്ലെസ്സിങ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എത്രത്തോളം ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇല്ലായ്മകൾ അറിയുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ഉള്ളതുകളും കൂടി തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അതൊരു കംപ്ലീറ്റ് ആകുന്നത്, പ്രോസസ്സ് ആകുന്നത്. അപ്പോൾ അതൊരു വർക്കാണ്. നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയ 20 സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുക എന്നുള്ളത്. ഇനി അടുത്തൊരു വർക്കെന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സ് എടുത്ത് വെച്ചിട്ട് നിലവിൽ എത്ര രൂപയാണോ ആ പേഴ്സിലുള്ളത് അത്രയും പൈസയും എടുത്ത് വെച്ചിട്ട് 20 പ്രാവശ്യം നിങ്ങൾ താങ്ക് യു എന്ന് പറയുക. കാര്യം നമ്മുടെ പേഴ്സ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ പേഴ്സ് എടുക്കുമ്പോൾ അതിൽ എത്ര രൂപയാണോ ഉള്ളത് അത്ര രൂപയ്ക്ക് നിങ്ങൾ നന്ദി പറയുക. ഓക്കെ, അപ്പോൾ ഈ 2 വർക്കും പിന്നെ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരവാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ പരിഹാരം, നമുക്ക് എങ്ങനെയാണ് മണി ബ്ലോക്ക് മാറ്റാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചലഞ്ചിന് സപ്പോർട്ട് തരുന്നതിലും എനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും എന്നെ വിളിച്ചും
എനിക്ക് ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഒത്തിരി മെസ്സേജസ് തരുന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ മടിയുള്ള ഒരാളാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ നിങ്ങൾ ഇത്രയും പേര് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം എനിക്കും അത് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.